ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शान्ति शान्ति शान्तिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। എല്ലാവർക്കും പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണായ. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ബൃഹദാരണ്യകോപനിഷത്ത് പഠനം തുടരാം. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയകാണ്ഡം മുനികാണ്ഡം അഥവാ യാജ്ഞവൽക്യകാണ്ഡം തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം ദ്വിതീയ ബ്രാഹ്മണം ആർത്തഭാഗ ബ്രാഹ്മണം പ്രഥമ മന്ത്രം. അധഃ ഏനം ജാരത്കാരവ ആർത്തഭാഗഃ പപ്രച്ഛ യാജ്ഞവൽക്യ ഇതി ഹോവാച കദിഗ്രഹാഃ കദി അധിഗ്രഹാഃ ഇതി അഷ്ടൗ ഗ്രഹാഃ അഷ്ടൗ അധിഗ്രഹാഃ ഇതി ഏതേ അഷ്ടൗ ഗ്രഹാഃ അഷ്ടൗ അധിഗ്രഹാഃ കഥമേത ഇതി. അധഃ ഏനം ജാരത്കാരവ ആർത്തഭാഗഃ പപ്രച്ഛ യാജ്ഞവൽക്യ ഇതി ഹോവാച കദിഗ്രഹാഃ കദി അധിഗ്രഹാഃ ഇതി അഷ്ടൗ ഗ്രഹാഃ അഷ്ടൗ അധിഗ്രഹാഃ ഇതി ഏതേ അഷ്ടൗ ഗ്രഹാഃ അഷ്ടൗ അധിഗ്രഹാഃ കഥമേത ഇതി. ഞാനൊരു 10 ദിവസം മുമ്പ് എല്ലാവരുടെ അടുത്തും പറഞ്ഞില്ലേ, നമ്മുടെ ഒരു സഹപാഠിയുടെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ അമ്മ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും അനുഗ്രഹമൊക്കെ കൊണ്ട് ആരോഗ്യവതിയായിരിക്കുന്നു. ഇന്നലെ മുതൽ ക്ലാസ്സിന് വരാൻ തുടങ്ങി. ഇപ്പോൾ ഉണ്ട് നമ്മളോടൊപ്പം. ഒരുപാട് സന്തോഷം അറിയിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക്. അമ്മ എപ്പോഴും വിളിക്കുമ്പം പറയുന്നതാണ് ക്ലാസ് കേൾക്കണം ക്ലാസ് കേൾക്കണമെന്ന്. അപ്പോൾ അതിന് യാജ്ഞവൽക്യ മഹർഷി അനുഗ്രഹിച്ചിരിക്കുകയാണ് ഗുരുപരമ്പര. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് കൃതജ്ഞത മാത്രം പറയുന്നു. അമ്മയ്ക്ക് വളരെ സ്വാഗതം അറിയിക്കുന്നു. ക്ലാസ് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ നമുക്കെല്ലാവർക്കും. അതിനുള്ള അനുഗ്രഹം ഭഗവാനും ഗുരുപരമ്പരയും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമോ നാരായണ. നമുക്ക് മടങ്ങി വരാം. അശ്വലൻ്റെ ചോദ്യവും യാജ്ഞവൽക്യ മഹർഷിയുടെ മറുപടിയും അനന്തരം സഭാമണ്ഡപം വിദ്വത് സഭയിൽ അശ്വലൻ്റെ പ്രശ്നത്തിന് യാജ്ഞവൽക്യ മഹർഷിയുടെ മറുപടി എല്ലാവരും മൗനമായി അംഗീകരിച്ചതിനനന്തരം വീണ്ടും ആർത്തഭാഗൻ എന്ന വിദ്വാൻ അല്ലേ, ആ പണ്ഡിത സഭയിലെ വിദ്വാൻ എന്ന് വിശേഷിപ്പിക്കുന്ന അല്ലെ, വിദ്വാൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പ്രഥമ മന്ത്രത്തിൽ കണ്ടിരുന്നു. അശ്വല ബ്രാഹ്മണത്തിൽ വിദ്വാൻ ആയ ആർത്തഭാഗൻ അടുത്തതായി യാജ്ഞവൽക്യ മഹർഷിയോട് ചോദ്യം ചോദിക്കുന്നതാണ് ഈ ദ്വിതീയ ബ്രാഹ്മണം ആരംഭിക്കുന്നത്. അധഃ ഏനം ജാരത്കാരവ ആർത്തഭാഗഃ പപ്രച്ഛ. യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് അശ്വലൻ ഉപരമിച്ചതിനനന്തരമായി ജാരത്കാരൻ എന്ന ആർത്തഭാഗൻ
രണ്ടാമതായി ചോദ്യം ചോദിക്കാൻ അല്ലെങ്കിൽ അടുത്തതായി ചോദ്യം ചോദിക്കാൻ തുടങ്ങുകയാണ് അല്ലേ. അതാണ് നമ്മൾ കണ്ടത്. എല്ലാവരുടെയും മനസ്സിൽ ആ സഭാമണ്ഡപം ഉണ്ടാകണം. ജാരത്കാരൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടിരുന്നു. ജരത്കാരു ഗോത്രജാനാതി ഇതി ജാരത്കാരവ. ജരത്കാരു എന്ന ഉപഗോത്രത്തിൽ ജനിച്ചവനാണ് ജാരത്കാരൻ. ജരത്കാരു എന്ന ഉപഗോത്രം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലങ്ങളിലൊക്കെ ഈ ഗോത്രനാമങ്ങൾക്ക്, കുലനാമങ്ങൾക്ക്, വംശനാമങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. കാരണം യജ്ഞയാഗാദികൾ കൂടുതലും അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വേദത്തെ മാത്രം പരമപ്രമാണമായി ആധാരമായി ജീവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ ഗോത്രകുല വംശങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, അവരുടെ ഗോത്രത്തിനെ, കുലത്തിനെ അറിയിക്കുവാനായിക്കൊണ്ട് അവരുടെ സ്വാഭാവികമായ വ്യവഹാര നാമത്തോടൊപ്പം ഗോത്രകുല നാമങ്ങളും കൂട്ടിച്ചേർത്തിരുന്നു. ഇപ്പം നമ്മൾ വീട്ടുപേര് അല്ലെങ്കിൽ സ്ഥലപ്പേരൊക്കെ പറയാറില്ല അവരുടെ അവരെ കൂടുതൽ പരിചയമാകാൻ വേണ്ടി. അപ്പം അതുപോലെ പണ്ട് കുലഗോത്ര വംശനാമങ്ങൾക്കായിരുന്നു പ്രാധാന്യം. അതുകൊണ്ട് ഇവിടെ അതും പറയുന്നു. പക്ഷെ അത് നിർബന്ധമില്ല, എല്ലാവരും അത് സ്വീകരിക്കണമെന്നും ഇല്ലായിരുന്നു. അന്നും ഇല്ല, ഇന്നും ഇല്ല അല്ലേ. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ജാരത്കാരൻ എന്ന് നമ്മൾ കണ്ടു. ഭരദ്വാജ മഹർഷിയുടെ ഉപഗോത്രമാണ് അല്ലേ. ഭരദ്വാജ മഹർഷി, അദ്ദേഹത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് എണ്ണിയാലൊടുങ്ങില്ല. കാരണം അദ്ദേഹം ത്രേതായുഗ കാലഘട്ടത്തിലും ഭരദ്വാജ മഹർഷിയെക്കുറിച്ചുള്ള പല പരാമർശങ്ങളും ത്രേതായുഗത്തിലുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അതിനുശേഷം ദ്വാപരയുഗത്തിൽ എത്തിയപ്പോഴും അവിടെയുമുള്ള ഗ്രന്ഥങ്ങളിൽ പലയിടങ്ങളിലായി ഭരദ്വാജ മഹർഷിയെ കാണാം. അപ്പോൾ അത് തന്നെയാണോ ഈ ഭരദ്വാജൻ, അല്ലെങ്കിൽ ഇത് പല വ്യക്തികളാണോ അല്ലേ? ഒരേ നാമം ഇപ്പം നമുക്കൊക്കെ ഇല്ലേ, നമ്മുടെ നാമം പലവർക്കും ഇല്ലേ. അപ്പം ഒരേ വ്യക്തിയാണോ പലയിടങ്ങളിൽ പരാമർശിക്കുന്ന ഭരദ്വാജൻ എന്ന് ആർക്കും അറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ അമരകോശത്തിലും പിന്നെ ഐതിഹ്യ ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കി. പക്ഷെ അവിടെയൊന്നും അങ്ങനെ വിസ്തരിച്ചാരും ഉറപ്പിച്ച് പറയുന്നില്ല. അങ്ങനെ ആവാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ അല്ലായിരിക്കും. ഇപ്പോൾ ത്രേതായുഗത്തിലെ ഭരദ്വാജ മഹർഷിയാണ് നമുക്കൊക്കെ അറിയാം. ഇപ്പം നമ്മൾ രാമായണം വായിക്കുന്ന കാലമായതുകൊണ്ട് എല്ലാവർക്കും പരിചയമുണ്ടാകും അല്ലേ. ഭഗവാൻ വനവാസത്തിലേക്ക് പോകുന്ന സമയത്ത് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലാണ് എത്തുന്നത്. അവിടെ നിന്നാണ് ഭരദ്വാജ മഹർഷിയാണ് ചിത്രകൂടത്തിലേക്ക് പറഞ്ഞു വിടുന്നത് അല്ലെ. അവിടെയും ഒരു ഭരദ്വാജനെ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഭരദ്വാജ മഹർഷി ചിത്രകൂടത്തിലേക്കുള്ള വഴി കാട്ടി വിടുന്നത്. അപ്പോൾ ആദ്യം എത്തിയത് ഭഗവാനും സീതാമാതാവും ലക്ഷ്മണസ്വാമിയും ഒക്കെ എത്തിയത് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലാണെന്ന് അവിടെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം രാമായണത്തിൽ ഭരദ്വാജ മഹർഷിയെക്കുറിച്ച് പരാമർശിക്കുന്നത് ഭരതൻ ഭഗവാനെ തിരിച്ചു വിളിക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പം ഭഗവാൻ മടങ്ങി വരണം, അങ്ങ് തന്നെ അയോധ്യ ഭരിക്കണം എന്ന് പറഞ്ഞ് ഭരതൻ ചെന്ന് ക്ഷണിക്കുന്ന കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ അവിടെ ഭഗവാൻ വരുന്നില്ല, കാരണം തൻ്റെ വാക്ക്, പിതാവിനോടുള്ള വാക്ക് പാലിക്കാനായിട്ടുള്ള ഭഗവാൻ മടങ്ങി വരുന്നില്ല. അപ്പോൾ എന്താണ് ഭരതൻ ചെയ്യുന്നത്? ഭഗവാന്റെ പാദുകമായി അല്ലേ, പാദുകം തിരികെ കൊണ്ടുവന്ന് സിംഹാസനത്തിൽ വെച്ച് പൂജിക്കുന്ന കഥയും നമ്മൾക്കറിയാവുന്നതാണ്. അപ്പം അവിടെ ആ പൂജാതി കർമ്മങ്ങളിൽ ഭരതനെ മാനസികമായി പൂർണ്ണ പിന്തുണയും കൊടുത്ത് ആ പാദുകം നിനക്ക് പൂജിക്കാം, അതാണ് ഭഗവാൻ തന്നെയാണത്, ഭഗവാനെ നീ പാദുകത്തിൽ കണ്ടുകൊണ്ട് ഈ നാട് ഭരിക്കണം, ഇത്ര കാലം ഭഗവാൻ ആ ശരീരം മടങ്ങി വരുന്നിടത്തോളം കാലം അത് ഈ രാജ്യം ഭരിക്കണമെന്ന് പറഞ്ഞ് ഭരതന് വേണ്ട എല്ലാ പിന്തുണയും നൽകുന്ന സമയത്തും ഭരദ്വാജ മഹർഷിയുടെ നാമം നമുക്ക്
വാൽമീകി രാമായണത്തിലൊക്കെ കാണാവുന്നതാണ്. എല്ലാ രാമായണത്തിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം അനേക രാമായണങ്ങളുള്ളത്. ഞാനിപ്പം മൂലരാമായണത്തെ ആധാരമാക്കി പറയുകയാണ്. അപ്പോൾ അവിടെയും ഭരദ്വാജ മഹർഷിയെ കാണാവുന്നതാണ്. അവിടെ ഭരദ്വാജ മഹർഷിയെ ബ്രഹ്മർഷിയായിട്ടാണ് പറയുന്നത്, അല്ലേ? ബ്രഹ്മർഷി എന്ന് പറഞ്ഞാൽ വലിയൊരു ഋഷികളിൽ രാജാവെന്ന്, അല്ലെ ചക്രവർത്തി എന്നുള്ള പദമാണ് ബ്രഹ്മർഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? രാജർഷിയാകുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ മാത്രം ഒരു രാജ്യമുണ്ടാകും, അവിടുത്തെ പ്രധാന നിയന്താവ് അല്ലെങ്കിൽ ഉപദേഷ്ടകനായിട്ട്, പിന്നെ അത് കഴിഞ്ഞ് രാജർഷി കഴിഞ്ഞ് പിന്നെ ദേവർഷിയാകാൻ സാധിക്കും, പിന്നെ അതിന് ശേഷമാണ് ബ്രഹ്മർഷിയാകാൻ സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഈ സാധാരണ ഇപ്പം വ്യവഹാരാർത്ഥത്തിൽ പറഞ്ഞാൽ എന്താ, ഇപ്പം ക്ലർക്ക് മാറി തഹസീൽദാർ മാറി, സബ് കളക്ടറായി, സബ് കളക്ടർ മൂത്ത് കളക്ടറായി, ഇങ്ങനെ പതിയെ ഉയർന്നു വരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം ബ്രഹ്മർഷി എന്ന് പറയുന്നത് ഏറ്റവും ഋഷിമാരിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ്. അങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നു ത്രേതായുഗ കാലഘട്ടത്തിൽ. പിന്നീട് ദ്വാപരയുഗ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴും അവിടെയും ഭരദ്വാജ മഹർഷിയെക്കുറിച്ച് പരാമർശിക്കുന്നത് പല സന്ദർഭങ്ങളിലായിട്ടുണ്ട്. വിഷ്ണു പുരാണത്തിൽ ഭരദ്വാജ മഹർഷിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെക്കുറിച്ച് ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ വിശദീകരിച്ചു പോകുന്നില്ല. അവിടെയും അദ്ദേഹം മഹർഷിയായിട്ട് തന്നെയാണ് പറയപ്പെടുന്നത്. പിന്നീട് മഹാഭാരതത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഭാഗവത കഥകളിലേക്ക് എത്തുമ്പോഴും അവിടെയും ബൃഹസ്പതിയുടെ പുത്രനായിട്ടാണ് ഭരദ്വാജ മഹർഷിയെ പറയുന്നത്. അവിടെ അദ്ദേഹം മഹർഷിയാണെങ്കിലും ഗൃഹസ്ഥനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ദ്രോണര് ഭരദ്വാജ മഹർഷിയുടെ പുത്രനായിട്ടാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഭരദ്വാജൻ തന്നെയാണോ ത്രേതായുഗത്തിലെന്ന് എവിടെയും ഒരു ലിങ്ക് കൊടുക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് അറിയില്ല. അങ്ങനെ ഈ ഗോത്രം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഭരദ്വാജ ഗോത്രം എന്ന് ആരംഭിച്ചു, ഏത് യുഗത്തിൽ ആരംഭിച്ചു എന്ന് ആർക്കും അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് അനേകം ശിഷ്യ സമ്പത്തുകൾ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം മന്ത്രദൃഷ്ടാവായിരുന്നു, അല്ലേ? മന്ത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ തപശക്തി കൊണ്ട് ഋഗ്വേദ മന്ത്രങ്ങളുടെ ദൃഷ്ടാവായിരുന്നു അദ്ദേഹം. ഋഗ്വേദത്തിൽ മാത്രമല്ല മറ്റു വേദം, ഇന്നലെ നമ്മൾ കണ്ട അഥർവണ വേദം, മുണ്ടകോപനിഷത്ത്, നമ്മൾ അവിടെയും ഭരദ്വാജ മഹർഷിയുടെ പേര് നമ്മൾ കണ്ടില്ലേ? സഭാരദ്വാജായ സത്യവഹായ പ്രാഹ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന മന്ത്രം അവിടെ അഥർവണ വേദമാണ്. അപ്പോൾ അഥർവണ വേദത്തിലും ഭരദ്വാജ മഹർഷിയെക്കുറിച്ച് പറയുന്നു. ഇപ്പം നമ്മൾ ഈ ബൃഹദാരണ്യ ഉപനിഷത്ത് തന്നെ ശുക്ലയജുർവേദമാണ്, അല്ലേ? അവിടെയും നമ്മൾ വംശബ്രാഹ്മണത്തിൽ, അല്ലേ, മധുകാണ്ഡം ദ്വിതീയ അധ്യായം ഷഷ്ട ബ്രാഹ്മണത്തിൽ 6ാമത്തെ ബ്രാഹ്മണത്തിലും അനേകം മഹർഷിമാരുടെ പേര് പരാമർശിക്കുന്നതിൽ അവിടെയും ഭരദ്വാജ മഹർഷിയുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുലം അല്ലെങ്കിൽ ഗോത്രം, ഭരദ്വാജ ഗോത്രം എന്ന് ആരംഭിച്ചു എന്നറിയില്ല. ഇപ്പോഴും അതിൻ്റെ ശാഖോപശാഖകൾ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാവുന്നതാണ്. ഈ ഗോത്രനാമങ്ങളെ അധികരിച്ചുള്ള സംസ്കാരത്തോടു കൂടി ജീവിക്കുന്നവർ ഇപ്പോഴും ഭരദ്വാജ ഗോത്രത്തിൻ്റെ നാമം പിന്തുടരുന്നവരും അനുഷ്ഠാനം ചെയ്യുന്നവരും ഉണ്ട്. ഇദ്ദേഹം വളരെ വളരെ ശ്രേഷ്ഠനായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ അനേകം ശിഷ്യന്മാർക്ക് ഇദ്ദേഹത്തിന് ലഭിച്ച മന്ത്രങ്ങൾ അദ്ദേഹം പകർന്നു കൊടുത്തു, ഉപഗോത്രങ്ങളാക്കി മാറ്റി അതിനെ. കാരണം എല്ലാ മന്ത്രശാഖകളും സംരക്ഷിക്കുവാൻ എല്ലാ ശിഷ്യന്മാർക്കും സാധിക്കാത്തതുകൊണ്ടെന്നാണ് കുറച്ചായിട്ട് അത് സംരക്ഷിക്കപ്പെടുവാനായിട്ട് ഉപവിഭാഗങ്ങളാക്കി ഭരദ്വാജ മഹർഷി മാറ്റി. അങ്ങനെ അനേകം ഉപഗോത്രങ്ങളുണ്ടായി. മെയിൻ ഗോത്രം ഭരദ്വാജ ഗോത്രം, പിന്നെ അനേകം ഉപഗോത്രങ്ങൾ. അതിൻ്റെ നമ്പർ ആർക്കും അറിയില്ല. എത്ര ഉപഗോത്രങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് ഉള്ളതെന്നും ആർക്കും അറിയില്ല. അതും എവിടെയും രേഖപ്പെടുത്തിയിട്ടുമില്ല. അപ്പോൾ അതിൽ ഒരു ഗോത്രമാണ് ഈ പറയുന്ന ഗോത്രം. ജരത്കാരു എന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ
ആ ശിഷ്യനിലേക്ക് പകർന്നു കൊടുത്തു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ആ ശിഷ്യൻ ആ ഉപഗോത്രത്തെ സംരക്ഷിച്ചു വന്നു. അങ്ങനെ ആരംഭിച്ചതാണ് ഈ ജരത്കാരു ഗോത്രം. അതിൽ ജനിച്ച ആളാണ് നമ്മുടെ ഈ ചോദ്യകർത്താവ്. യാജ്ഞവൽക്യ മഹർഷിയോട് രണ്ടാമതായി ചോദിക്കുന്ന ജാരത്കാരൻ എന്നയാൾ. അദ്ദേഹത്തിന് മറ്റൊരു പേരുമുണ്ട്, ആർത്തഭാഗൻ എന്നുള്ള പേര്. അത് ആ പേര് വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് ഹൃതഭാഗൻ്റെ പുത്രനെ ആർത്തഭാഗൻ എന്ന് നാമധരണം ചെയ്തു, ആ പേരിൽ വിളിച്ചു. അങ്ങനെ ഇദ്ദേഹം പപ്രച്ഛ എന്ന് വെച്ചാൽ ദ്വിതീയ പപ്രച്ഛ, രണ്ടാമതായിക്കൊണ്ട് അശ്വലൻ ഉപരമിച്ചതിനനന്തരം രണ്ടാമതായിക്കൊണ്ട് ആ വിദ്വത്സഭയിൽ മുന്നോട്ട് വന്ന് യാജ്ഞവൽക്യ മഹർഷിയോട് ചോദ്യം ചോദിക്കുകയാണ്. അല്ലേ? നമുക്കിനി ആ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. കതിഗ്രഹാഹ, ഗ്രഹങ്ങൾ എത്ര? കതി എന്ന് വെച്ചാൽ എത്ര, ഹൗ മച്ച് എന്ന് നമ്മൾ പറയില്ല, അതാണ് ഗ്രഹാഹ എന്ന് പറയുമ്പോൾ ബഹുവചനമായി ഗ്രഹങ്ങൾ. ഗ്രഹാഹ ബഹുവചനം വന്നു. അതായത് എത്ര ഗ്രഹങ്ങളുണ്ട്. ഗ്രഹം എന്നുള്ളിടത്ത് ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ, ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങളെ ഇവിടെ വിളിക്കുന്ന പേരാണ് ഗ്രഹം എന്നത്. നമ്മൾ പറയുന്ന ഗ്രഹം എന്ന വാക്കിന് പല വ്യവഹാരാർത്ഥമുണ്ട്, അല്ലേ? ഗൃ വന്നാൽ ഗൃഹം എന്നായാൽ വീടെന്നുള്ള അർത്ഥമായി. പിന്നെ ഇവിടെ പറയുന്ന ഗ്രഹം എന്ന് തന്നെ പറഞ്ഞാൽ നമ്മൾ സൂര്യചന്ദ്രാദി ഗ്രഹങ്ങൾ, നക്ഷത്രാദി ഉപഗ്രഹങ്ങൾ എന്നൊക്കെ വരും, ആ അർത്ഥം വരും വ്യവഹാരത്തിൽ. അതൊന്നും അല്ല ഇവിടുത്തെ അർത്ഥം. ഗ്രഹം എന്നാൽ ഇന്ദ്രിയങ്ങൾ എന്നുള്ള. ഗ്രഹാഹ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾ ബഹുവചനം വന്നു, ഗ്രഹാഹ. കതിഗ്രഹാഹ. ആര് ചോദിക്കുന്നു? ആർത്തഭാഗൻ ചോദിക്കുകയാണ്. ഇവിടെ ഈ ബ്രാഹ്മണത്തിന് ആർത്തഭാഗ ബ്രാഹ്മണമായതുകൊണ്ട് നമ്മൾ ഈ രണ്ടു പേരിൽ ഒരു പേര് മാത്രമേ എപ്പോഴും പറയുന്നുള്ളൂ. നമ്മൾ അശ്വലൻ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആർത്തഭാഗൻ എന്നേ പറയുന്നുള്ളൂ. ജാരത്കാരൻ എന്ന പേര് രണ്ടും കൂടെ നമുക്ക് എപ്പോഴും ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു പേര് നമുക്ക് എപ്പോഴും അത് പരാമർശിച്ചു പോകാം, ആർത്തഭാഗൻ. ആ ആർത്തഭാഗൻ ചോദിക്കുകയാണ്, എത്ര ഗ്രഹങ്ങളുണ്ട്? അല്ലേ? കഥി അതിഗ്രഹാഹ ഇതി, എത്ര അതിഗ്രഹങ്ങളുണ്ട്? അതിഗ്രഹം എന്ന് അവിടെ ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ, ഇന്ദ്രിയ വിഷയങ്ങൾ. നിങ്ങളുടെ പുസ്തകത്തിലും ഉണ്ട് കേട്ടോ, ഇന്ദ്രിയ വിഷയങ്ങൾ. മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകം പുതിയതുള്ളവർ പേജ് 217 കുറിപ്പിൽ പറയുന്നുണ്ട്. കുറിപ്പിൽ ഒരു അവസാന ഭാഗം എത്തുമ്പോഴും താഴേന്ന് 5ാമത്തെ വരിയിലുണ്ട്, ഗ്രഹിക്കുന്നത് ഗ്രഹം, അതായത് ഇന്ദ്രിയം, അതിനെ അതിക്രമിക്കുന്നത് അതിഗ്രഹം, അതായത് വിഷയങ്ങൾ എന്നർത്ഥം. വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളെക്കാൾ ഉത്കൃഷ്ടങ്ങളാണെന്ന് കഠോപനിഷത്തിലും ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് കുറിപ്പ് സ്വാമിജി എഴുതിയിട്ടുണ്ട്. അവിടെ ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തോളൂ, അല്ലെ അണ്ടർലൈൻ ചെയ്തോളൂ. ഗ്രഹം അതായത് ഇന്ദ്രിയം, ഗ്രഹങ്ങൾ എന്നാണ് കേട്ടോ. സ്വാമിജി ഏകവചനത്തിൽ പറഞ്ഞിട്ടുള്ളൂ, ചോദ്യം പക്ഷെ ബഹുവചനമാണ് കേട്ടോ. ഗ്രഹങ്ങൾ അതായത് ഇന്ദ്രിയങ്ങൾ, അതിനെ അതിക്രമിക്കുന്നത് അതിഗ്രഹം, അതായത് വിഷയങ്ങൾ. അതിഗ്രഹാഹ അവിടെയും ബഹുവചനം എന്ന് വെച്ചാൽ വിഷയങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഇന്ദ്രിയങ്ങൾ, അതിൻ്റെ ഇന്ദ്രിയ വിഷയങ്ങൾ. എളുപ്പമാണിത്. നമുക്കൊരു കോളം വരച്ച് എഴുതിയാൽ ഈ 9 മന്ത്രവും വേഗം തീരും. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. യാജ്ഞവൽക്യ മഹർഷി ആദ്യത്തെ ബ്രാഹ്മണം കുറച്ച് പ്രയാസമായതുകൊണ്ട്, കാരണം നമ്മൾക്ക് യജ്ഞയാഗാദികൾ കർമ്മകാണ്ഡത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയത് കൊണ്ടാവാം യാജ്ഞവൽക്യ മഹർഷി നമുക്ക് രണ്ടാമത്തെ ബ്രാഹ്മണം വളരെ എളുപ്പമായിട്ട് പറഞ്ഞു തന്നത്. നമ്മളിത് വേഗം തീർക്കുകയും ചെയ്യാം. കാരണം ആ കോളം വരച്ചു കഴിഞ്ഞാൽ പിന്നെ മന്ത്രം പാരായണം ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ കതിഗ്രഹാഹ കതി അതിഗ്രഹാഹ ഇതി. ഇന്ദ്രിയങ്ങൾ ഏവയെല്ലാം അല്ലെ ഏതെല്ലാം, അതിൻ്റെ വിഷയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ ഏതെല്ലാം. അപ്പം യാജ്ഞവൽക്യ മഹർഷി മറുപടി പറയാണ്. അടുത്ത മന്ത്രം അല്ലെങ്കിൽ അടുത്ത ഭാഗം യാജ്ഞവൽക്യ മഹർഷിയുടെയാണ്. അഷ്ടൗ ഗ്രഹാഹ. അഷ്ടൗ എന്ന് വെച്ചാൽ 8 ഗ്രഹങ്ങൾ. 8 ഗ്രഹങ്ങളുള്ളത്, പക്ഷെ ഏറ്റവും സുപ്രധാനങ്ങൾ 8 അല്ലേ? നമുക്കറിയാം എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് അല്ലേ? 5 ജ്ഞാനേന്ദ്രിയവും 5 കർമ്മേന്ദ്രിയവും നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യപ്പെട്ടവ, അതുകൊണ്ടാണ് അഷ്ടൗ എന്ന വാക്കുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യാജ്ഞവൽക്യ മഹർഷിക്ക് നമ്പർ തെറ്റിപ്പോയതാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അദ്ദേഹം അല്ലേ ആരാന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ അഷ്ടൗ എന്ന് മനസ്സിലാക്കേണ്ടത് അഷ്ടൗ സുപ്രധാന ഗ്രഹഃ. അഷ്ടൗ സുപ്രധാന ഗ്രഹാഹ. അഷ്ടൗ സുപ്രധാന ഗ്രഹാഹ. 8 പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് സെൻസ് ഓർഗൻസ്. ഇന്ദ്രിയങ്ങൾ എന്താ? സെൻസ് ഓർഗൻസ് അല്ലേ? 8 പ്രധാനപ്പെട്ട ഇന്ദ്രിയങ്ങൾ. അതാണ് ഇനി യാജ്ഞവൽക്യ മഹർഷി പറയാൻ പോകുന്നത്. അഷ്ടൗ അതിഗ്രഹാഹ. അവിടെ അപ്പം എന്തായിരിക്കും? അഷ്ടൗ സുപ്രധാന അതിഗ്രഹാഹ. അഷ്ടൗ സുപ്രധാന അതിഗ്രഹാഹ. 8 സുപ്രധാനങ്ങളായ അതിഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ 8 ഇന്ദ്രിയങ്ങൾ, അതിന് 8 വിഷയങ്ങളും. ഇതി ആകുന്നു, ഇവയാണ് സുപ്രധാനങ്ങൾ. ഇത് കേട്ടിട്ട് ആർത്തഭാഗൻ, ഈ ആർത്തഭാഗൻ എന്നുള്ള വാക്കിന് പരിചയമായി വരണം. അശ്വലനാണ് ഇപ്പം എന്നോടൊപ്പം ഉള്ളത്. നിങ്ങൾക്കൊക്കെ ആർത്തഭാഗൻ തന്നെയായിരിക്കും. അതുകൊണ്ട് പേര് മാറിപ്പോയാൽ ക്ഷമിക്കുക. ആർത്തഭാഗൻ ഈ 8 വാക്ക് കേട്ടിട്ട് ഒന്നും മിണ്ടുന്നില്ല. അഷ്ടൗ ഗ്രഹാഹ അഷ്ടൗ അതിഗ്രഹാഹ എന്ന് കേട്ടിട്ട് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി യാജ്ഞവൽക്യ മഹർഷിക്ക് നമ്പർ തെറ്റിപ്പോയതല്ല. 10 ജ്ഞാനേന്ദ്രിയവും 5 ജ്ഞാനേന്ദ്രിയവും 5 കർമ്മേന്ദ്രിയങ്ങളും കൂടെ കൂട്ടി 10 ഇന്ദ്രിയങ്ങളാണ് ഉള്ളതെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ യാജ്ഞവൽക്യ മഹർഷിക്ക് തെറ്റാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ അവിടെ എതിർപ്പൊന്നും വരുന്നില്ല. അപ്പോൾ ആർത്തഭാഗൻ യാജ്ഞവൽക്യ മഹർഷിയെ ബഹുമാനിക്കുന്നുണ്ട്. അത് നമുക്കിവിടെ പറയാണ്ട് മന്ത്രങ്ങളൊന്നുമില്ലാതെ പക്ഷെ മൗനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ. അല്ലെങ്കിൽ എതിർത്തേനെ അല്ലേ? നിങ്ങൾ പറയും നമുക്ക് അങ്ങനെയല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു വാക്കൊന്ന് തെറ്റി അപ്പം നമ്മൾ എതിർക്കൂല്ലേ അല്ലേ? അത് സഹജമാണ് അല്ലേ? നമ്മുടെയൊക്കെ സഹജമായ സ്വഭാവമാണ്. പക്ഷേ ഇവിടെ ആർത്തഭാഗൻ എതിർക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇനി വരട്ടെ ഈ 8 പറയുമ്പം അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. അത് അദ്ദേഹം കാത്തിരിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷി. അപ്പോൾ എന്നിട്ട് 8 അദ്ദേഹം മൗനമായി സമ്മതിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഏതേ അഷ്ടൗ ഗ്രഹാഹ അഷ്ടൗ അതിഗ്രഹാഹ കഥമേ തേ ഇതി. കഥമേ ത ഇതി അല്ലെ തേ ഇതി രണ്ടും ശരിയാണ് കേട്ടോ. കഥമേ തേ ഇതി, അതായത് അങ്ങ് പറഞ്ഞല്ലോ ഏതേ ഇവയിൽ, അതായത് 8 ഇന്ദ്രിയങ്ങൾ സുപ്രധാനങ്ങളായിട്ടും അതിന് 8 വിഷയങ്ങളും ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞല്ലോ. അത് അഷ്ടൗ ഗ്രഹാഹ, ഇതിൽ ഈ 8 ഇന്ദ്രിയങ്ങളും അഷ്ടൗ അതിഗ്രഹാഹ 8 വിഷയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും കഥമേ അവ ഏതെല്ലാമാണ് തേ ഇതി എന്നങ്ങ് ദയവായി പറയൂ എന്ന് ആർത്തഭാഗൻ ചോദിക്കുകയാണ്. അല്ലേ? മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എളുപ്പമാണ്. യാജ്ഞവൽക്യ മഹർഷിയോട് ചോദിക്കുന്നു ഏതൊക്കെയാണ് സുപ്രധാനങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ.
അതിന് ഗ്രഹം എന്ന വാക്ക് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ നമുക്ക് മനസ്സിലാകാത്തതായിട്ട് അല്ലെങ്കിൽ പരിചയമില്ലാത്തതായിട്ട് ഇവിടെ ഒന്നുമില്ല. പിന്നെ അതിൻ്റെ വിഷയങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ഇനിയും നമുക്ക് ഭാഷ്യമുണ്ട് കുറച്ച്. എന്തുകൊണ്ടാണ് ഈ ഗ്രഹം എന്ന് പറയുന്നത്? അല്ല, നമുക്ക് പരിചയമില്ലാത്ത വാക്കാണ്. നമുക്ക് എഴുതിക്കോളൂ നിങ്ങൾ. ഗ്രഹലക്ഷണം. ഗ്രഹം എന്നുള്ളിടത്ത് ബ്രാക്കറ്റിൽ ഇന്ദ്രിയം എന്ന് വേണ്ടവരെഴുതുക, അല്ലെ പുസ്തകത്തിലുണ്ട് ഗ്രഹലക്ഷണം. ഗ്രഹലക്ഷണം എന്ന് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യുക. ഗ്രഹലക്ഷണം. ഏതാണോ, ഭാഷ്യത്തിൻ്റെ പരിഭാഷയാണ് പറയുന്നത്. പിന്നെ സംസ്കൃതം എഴുതാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ആരുടെയും പുസ്തകം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ ട്രാൻസ്ലേഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഏതാണോ ഒരു ജീവനെ മൃത്യുവിൻ്റെ പിടിയിൽ കൊണ്ടുചെന്ന് നിർത്തുന്നത്. ഏതാണോ ഒരു ജീവനെ, ജീവൻ എന്ന് പറഞ്ഞാൽ സർവ്വ ജീവരാശികൾ കേട്ടോ, അത് തിര്യക്കുകളും മനുഷ്യനും ഭഗവത് സൃഷ്ടിയിലുള്ള സർവ്വ ജീവയോനികളും, അതാണ് ഇവിടെ ജീവനെ എന്ന് പറഞ്ഞത്. ഏതാണോ ഒരു ജീവനെ മൃത്യുവിൻ്റെ പിടിയിൽ കൊണ്ടുചെന്ന് നിർത്തുന്നത്, അതിനെ ഗ്രഹം എന്ന് പറയുന്നു. ബ്രാക്കറ്റിൽ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നു. മൃത്യുവിൻ്റെ പിടിയിൽ കൊണ്ടുചെന്ന് നിർത്തുന്നത് അതിനെ ഗ്രഹമെന്ന് പറയുന്നു. ഫുൾ സ്റ്റോപ്പ്. ഇന്ദ്രിയങ്ങൾ, ഗ്രഹങ്ങൾ അല്ലേ, ഗ്രഹങ്ങൾ, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ ഏതാണ്? ബ്രാക്കറ്റ് വേണമെങ്കിൽ എഴുതിക്കോളൂ. ശബ്ദ, എല്ലാവർക്കും അറിയാലോ, ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം. ഇതാണ് വിഷയങ്ങൾ. ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെന്ന് എഴുതിയിട്ട് 5 വിഷയമേ ഉള്ളൂ ഈ ലോകത്തെന്നല്ല, എല്ലാ ലോകവും ഭഗവാൻ സൃഷ്ടിച്ച സർവ്വ ലോകങ്ങളിലും സർവ്വ ജീവാത്മാക്കൾക്കും അനുഭവിക്കാൻ സാധിക്കുന്നത് ഈ 5 വിഷയങ്ങളെയാണ്. പഞ്ചമഹാഭൂതങ്ങളിലൂടെ ഈ 5 വിഷയങ്ങളെയാണ് നമ്മൾ ദശേന്ദ്രിയങ്ങളിലൂടെ, ശ്രദ്ധിക്കണേ, പഞ്ചമഹാഭൂതങ്ങളിലൂടെ 5 വിഷയങ്ങളെയാണ് നമ്മൾ ഈ 10 ഇന്ദ്രിയങ്ങൾ കൂടെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നത്. ഒന്ന് ശബ്ദമായിട്ട്, മറ്റൊന്ന് സ്പർശമായിട്ട്, മറ്റൊന്ന് രൂപമായിട്ട്, മറ്റൊന്ന് രസമായിട്ട്, മറ്റൊന്ന് ഗന്ധമായിട്ട്, അല്ലേ? 5 വിഷയങ്ങളേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെയൊക്കെ ആരോഹണ അവരോഹണം മാറിക്കൊണ്ടേയിരിക്കും, അല്ലേ? ഏറ്റക്കുറച്ചിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അല്ലേ? ചിലപ്പോൾ ശബ്ദമായിരിക്കാം കൂടുതൽ നമ്മൾ ഗ്രഹിക്കുക, ചിലപ്പം സ്പർശമായിരിക്കാം. ഓരോ നമ്മുടെ മാറ്റങ്ങൾക്കനുസരിച്ച്, നമ്മുടെ വാസനയ്ക്കനുസരിച്ച് ഇതിന് ഏറ്റക്കുറച്ചിൽ വരുമെന്നേ ഉള്ളൂ. 6ാമതായിട്ടൊരു വിഷയത്തിനെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കില്ല, അതിനുള്ള ഇന്ദ്രിയമില്ല നമുക്ക്, അല്ലേ? ഇതെല്ലാം 5 ഒരുമിച്ച് ചെയ്യും. ചിലപ്പോൾ 4 എണ്ണമായിരിക്കും, ചിലപ്പോൾ 2 എണ്ണമായിരിക്കും. അതാണ് ഏറ്റക്കുറച്ചിൽ എന്ന് പറഞ്ഞു. പക്ഷേ ഇതിലല്ലാതെ ഒരു വിഷയത്തിനെ ഗ്രഹിക്കുവാൻ നമുക്ക് ഇന്ദ്രിയമില്ല, അല്ലേ? 6th സെൻസ് ഒക്കെ വേണം. ഇത് പൊതുവേ ഉള്ള കാര്യമാണല്ലോ നമ്മൾ പഠിക്കുന്നത്, അല്ലേ? അതില്ല.
അതുകൊണ്ട് ഇതിനെയാണ് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ, ശബ്ദാദി വിഷയങ്ങളെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് അടുത്ത വാക്ക് എഴുതുക. വാസനയ്ക്കനുസരിച്ച് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ വാസനയ്ക്കനുസരിച്ച് സ്വീകരിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ, വിഷയങ്ങൾ എന്ന് വെച്ചാൽ പുറമേ ഉള്ളത് കേട്ടോ, ബാഹ്യ വിഷയങ്ങൾ അല്ലേ, ശബ്ദം സ്പർശം ഇതൊക്കെ പുറമേ ഉള്ളതല്ലേ, നമ്മളതിനെ നമ്മുടെ ഇന്ദ്രിയം വെച്ച് സ്വീകരിച്ച് എങ്ങനെ, വാസനയ്ക്കനുസരിച്ച് അല്ലേ. ഇപ്പം എൻ്റെ വാസന, എനിക്ക് ശബ്ദമാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ഞാൻ അതിനെ കൂടുതൽ ഞാൻ ശ്രദ്ധിക്കും അല്ലേ, അത് ഗ്രഹിക്കാനായിരിക്കും എനിക്കിഷ്ടം. എനിക്ക് സ്പർശമാണ് ഇഷ്ടമെങ്കിൽ ഞാൻ അതായിരിക്കും എൻ്റെ വാസന, അല്ല രൂപം ആയിരിക്കും. ഇതിൻ്റെയൊക്കെ ആ താരതമ്യം എന്ന് പറയുന്നത് നമ്മുടെ വാസനയ്ക്കനുസരിച്ചാണ് ഞാൻ ഓരോ വിഷയങ്ങളെ ഗ്രഹിക്കും. നമ്മൾ തന്നെ നമ്മുടെ ഒരു ദിവസത്തെ ഒന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാകും ഞാൻ ഏതാണ് കൂടുതൽ, ഏത് വിഷയമാണ് ഞാൻ കൂടുതൽ ചിന്തിക്കുന്നത് അല്ലേ, ഏതാണ് ഞാൻ കൂടുതൽ കാണുന്നത്, ഏതാണ് ഞാൻ കൂടുതൽ കേൾക്കുന്നത്, അതൊക്കെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാവും വാസന അല്ലേ. വാസനയൊക്കെ നമ്മൾ പഠിച്ചതാണ്. വാസന എന്താണ്, പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ആർജിച്ചു കൊണ്ട് വന്നവ. ആ സംസ്കാരം എന്ന് മറ്റൊരു പേരുമുണ്ട്, വാസനയ്ക്ക് വിളിക്കുന്ന മറ്റൊരു പേരാണ് സംസ്കാരം അല്ലേ. ഇത് ബേസിക്കാണല്ലോ, അതൊന്നും പറയണ്ടല്ലോ അല്ലേ, നമ്മൾ ഇത്രയും കാലം പഠിക്കുന്നതുകൊണ്ട് ഈ ടെർമിനോളജിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ വാസനയ്ക്കനുസരിച്ച് സ്വീകരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ജീവനെ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ജീവനെ പുനർജന്മ ചക്രത്തിലിട്ട് കറക്കുന്നു. പുനർജന്മ ചക്രത്തിലിട്ട് കറക്കുന്നു. ഭാഷ്യകാരൻ്റെ വാക്കുകളാണ്. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ തൻ്റെ വാസനയ്ക്കനുസരിച്ച് സ്വീകരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ജീവനെ പുനർജന്മ ചക്രത്തിലിട്ട് കറക്കുന്നു. അവിടെ ബ്രാക്കറ്റിൽ എഴുതുക, കഠോപനിഷത്ത് 2.4.1 2.4.1 കഠം എന്ന് എഴുതിയാൽ മതി. കഠം അല്ലേ, കഠോപനിഷത്ത് 2.4.1 2-ാം അധ്യായം 4-ാം വല്ലി 1-ാം മന്ത്രം. പരാഞ്ചികാനി വിതൃണ സ്വയംഭൂ തസ്മാത് പശ്യന്തി അല്ലേ, ആ മന്ത്രം പരാഞ്ചികാനി എന്നുള്ള മന്ത്രം. കച്ചിദ്ധീര പ്രത്യകാത്മാനമശ്യത് ആവൃത്ത ചക്ഷുരമൃതത്വമിശൻ. അതായത് പരാഞ്ചികാനി എന്ന്, അത് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്കാണെന്ന്. അത് നമ്മുടെ ആരുടെയും കുഴപ്പമല്ല, എന്ന് സൃഷ്ടി തുടങ്ങിയോ അന്ന് മുതൽ അങ്ങനെയാണ്. ഇന്ദ്രിയങ്ങൾ പുറത്തേക്കാണ്. പരാഞ്ചികാനി എന്ന് വെച്ചാൽ അതാണ്, പുറത്തേക്കാണ്. അപ്പോൾ എന്ത് ചെയ്യും, പുറത്തേക്ക് ഇന്ദ്രിയങ്ങൾ ആയതുകൊണ്ട് പുറമേ ഉള്ള വിഷയങ്ങളെയൊക്കെ നമ്മൾ നമ്മുടെ വാസനയ്ക്കനുസരിച്ച് നമ്മൾ സ്വീകരിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ആ സംസ്കാരം നമ്മളിൽ ഇങ്ങനെ ഉടലെടുത്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ വാസന കൂടി 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 വന്നുകൊണ്ടേയിരിക്കും. അതനുസരിച്ച് എന്താണ്, വീണ്ടും വീണ്ടും ജീവൻ, പുനരപി ജനനം, പുനരപി മരണം. അപ്പോൾ അത് അങ്ങനെയാണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത്. ഇപ്പം എനിക്കൊരു വാസനയുണ്ട്, എന്തെങ്കിലും എടുത്തു, എനിക്കിപ്പം എന്താ എളുപ്പം ഓർമ്മ, ഇപ്പം മധുരം കഴിക്കണം അല്ലേ, അതാണ് എൻ്റെ വാസന. അതാണ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മധുരം കഴിക്കരുത്, അങ്ങയുടെ ആരോഗ്യത്തിന് അത് ശരിയല്ല, ഇന്ന ആഫ്റ്റർ എഫക്റ്റ് അതിനുണ്ടാകും, അതുകൊണ്ട് മധുരം കഴിക്കരുത് എന്ന്. പക്ഷേ എൻ്റെ രസനേന്ദ്രിയം അല്ലേ, ആ
രസനേന്ദ്രിയം സമ്മതിക്കുന്നില്ല. നാവിനെന്താണ്, മധുരം കണ്ടാൽ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആരും കാണാണ്ട് ചിലപ്പോൾ കഴിക്കാനുള്ള ശ്രമം നടത്തും, അല്ലെ കഴിക്കും അല്ലേ? അപ്പോൾ എന്താണ്, എൻ്റെ ആ വാസന, മധുരത്തിനോടുള്ള ആ വാസന ഇങ്ങനെ നാവൊപ്പം മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഒരു നാവെല്ലാം കഴിക്കണം അല്ലേ, ഒരു രുചിയില്ല, ഒന്നും കഴിച്ചിട്ട് ഒരു രുചിയില്ല. അപ്പോൾ കുറച്ച് മധുരം കഴിച്ചാൽ നാവിനൊരു രുചി വരുമല്ലോ. അപ്പോൾ നാവ് ഇങ്ങനെ വാസനയ്ക്കനുസരിച്ച് മനസ്സിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, മനസ്സ് ഉഷാറാകും. ഇത് വളരെ സട്ടിലായിട്ട് നടക്കുന്ന കാര്യം. ഇതൊക്കെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഈ എല്ലാ ഇന്ദ്രിയങ്ങളും സംസാരിക്കുന്നത് നമുക്ക് കാണാം മൗനമായിട്ട്. അപ്പോൾ നാവ് ഇങ്ങനെ പറയും, നാവ് പറയുന്ന നമ്മൾ കാണുകയോ കേൾക്കുകയോ ഇല്ല, പക്ഷെ മൗനമായി ഇവർ സംസാരിക്കുന്നുണ്ട്. നാവ് ഇങ്ങനെ മനസ്സിനോട് പറയാം, മധുര അവിടെ ഇന്ന അല്ലേ, ഇന്ന ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ, അല്ലേ, മധുര പലഹാരം ഇന്ന സ്ഥലത്ത് അല്ലെ അടുക്കളയിൽ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കൊലായിൽ ഇരിപ്പുണ്ട്, ഇങ്ങനെ നാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം മനസ്സെന്ത് ചെയ്യും, അങ്ങോട്ട് പോകും. അപ്പം ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്യും, അതാണ് നമ്മൾ പറഞ്ഞത്, ഇന്ദ്രിയങ്ങൾ അങ്ങോട്ട് ചലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ മധുര പലഹാരം ഇരിക്കുന്ന സ്ഥലത്തേക്ക് കാല് നടക്കും, കൈ അവിടെ പോയിട്ട് അല്ലേ അതിനെ എടുക്കും, എന്നിട്ട് നാവിലാക്കും. അപ്പോൾ അതാണ് വാസനയ്ക്ക് അനുസരിച്ച് വീണ്ടും വീണ്ടും. അപ്പോൾ അതെന്ത് ചെയ്യും, എനിക്ക് ആരോഗ്യത്തിന് വീണ്ടും അത് ഹാനിയാണ്. ഞാൻ വീണ്ടും അതിൻ്റെ സ്ട്രഗിളിങ് എന്താണോ എനിക്ക് ആരോഗ്യത്തിന് അത് തരുന്ന വരും വരാഴികൾ, അതനുസരിച്ച് ഞാനത് അതിൻ്റെ ദുഃഖം അനുഭവിക്കുക വേണം. അതാണ് പുനരഭിജനനം. വീണ്ടും വീണ്ടും ഇത് പുനർജന്മത്തിലിട്ട് നമ്മളെ കറക്കിക്കൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ ആദ്യത്തെ പാരഗ്രാഫ്. മനസ്സിലായോ? ഏതാണോ ജീവനെ മൃത്യുവിൻ്റെ പിടിയിൽ കൊണ്ടുചെന്ന് നിർത്തുക, അതായത് ജീവൻ മുക്തി ഒന്നും കിട്ടാതെ നമ്മൾ അതാണ് മൃത്യുവിൻ്റെ പിടി. അജ്ഞാന ദശയിൽ മൃത്യുവിൻ്റെ പിടിയിൽ കൊണ്ട് നിർത്തുന്നതാര ഈ ഇന്ദ്രിയങ്ങളാണ്. കാരണം ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ ഡിമാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അത് എങ്ങനെ ഡിമാൻഡ് ചെയ്യും, അതെൻ്റെ വാസനയ്ക്കനുസരിച്ച് അല്ലേ. മധുരം കഴിക്കണമെന്നുള്ളതാണ് എൻ്റെ വാസനയ്ക്ക്, ഇന്ദ്രിയം അതിൻ്റെ പുറകെ പോകും അല്ലേ. അല്ല എനിക്ക് മറ്റു പലതാണെങ്കിൽ എന്താണോ നമ്മൾ തന്നെ, ഞാൻ ഉദാഹരണം പറയേണ്ട കാര്യമില്ല, നമുക്ക് ഇത്രയും പക്വതയുള്ളതുകൊണ്ട് നമുക്ക് തന്നെ അറിയാം എന്തൊക്കെയാണ് എൻ്റെ വാസന. അതനുസരിച്ച് ഇന്ദ്രിയങ്ങൾ, അതാണ് മൃത്യുവിൻ്റെ പിടിയിൽ എന്ന് പറഞ്ഞു. അതായത് പുനർജന്മത്തിൻ്റെ പിടിയിൽ, അജ്ഞാനത്തിൻ്റെ പിടിയിൽ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മൃത്യു എന്നാൽ ശരീരം ഉപേക്ഷിക്കുന്ന മൃത്യു അല്ല, അജ്ഞാനത്തിൻ്റെ പിടിയിൽ വീണ്ടും വീണ്ടും ഇന്ദ്രിയങ്ങൾ. അപ്പോൾ എന്താണ്, ഈ വാസനയായിട്ടാണ് ഞാൻ ശരീരം ഉപേക്ഷിക്കുന്നത്. അപ്പോൾ എന്താണ്, പുനരഭിജനനം. അടുത്തത് വീണ്ടും ഈ വാസന തീർക്കാനായിട്ട് വീണ്ടും ജനിക്കണം. അപ്പോൾ ജനിക്കുമ്പോൾ എന്താ, ഓൾറെഡി ഉണ്ട്, ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കുറേ വാസനയുണ്ട്, അത് പ്രബലമാണ്. അതിനോടൊപ്പം നമ്മളിങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ കൂടുതൽ കൂടുതൽ വാസനകൾ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വീണ്ടും പുനരഭിജനനം. അങ്ങനെ ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കലാണ് സാധകനെ സംബന്ധിച്ച് സാധനയിൽ ഏറ്റവും പ്രയാസകരമാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് അധികാരി 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 എന്നുള്ള വാക്ക് അല്ലേ. ചിത്തശുദ്ധിക്ക് വേണ്ടി ഉപാസനകൾ ചെയ്യണം നമ്മളെപ്പോഴും പറയാറില്ലേ. ശ്രവണം ഒരു വഴിക്ക്, പാരലായിട്ട് ഉപാസനകൾ. കാരണം ചിത്തശുദ്ധി വേണം. ചിത്തം എങ്ങനെ അശുദ്ധമാവും, നമ്മുടെ വാസനയ്ക്കനുസരിച്ച്. അപ്പോൾ അതിനു വേണ്ടിയാണ് ജപം, ധ്യാനം, തീർത്ഥാടനം, എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അത്രയും നമ്മൾ മോക്ഷത്തിലെത്തുന്നത് വരെ അല്ലേ. ആ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ, സർവാത്മഭാവം, എല്ലാറ്റിലും പരമാത്മാവിനെ കാണുന്ന ആ ഭാവത്തിലെത്തുന്നത് വരെ, താരക ദൃഷ്ടിയിലെത്തുന്നത് വരെ ശ്രവണത്തോടൊപ്പം, ശ്രവണം മുഖ്യ സാധന, അതോടൊപ്പം മറ്റ് സഹകാരികളും പാരലായിട്ട് കൊണ്ടുപോകണം, ഒരേപോലെ കൊണ്ടുപോകണം എന്ന് പറയാൻ കാരണം ഇതാണ്. അല്ലെങ്കിൽ ഫലം എന്താ,
പുനരഭിജനം. അതാണ് ഗ്രഹം എന്നതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഡെഫിനിഷനൊക്കെ വിട്ടേര്, ഇത്രയും മാത്രം ഓർത്താൽ മതി. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് സാധനയ്ക്ക് തടസ്സമാണ്. പ്രബലങ്ങളായി 8 ഇന്ദ്രിയങ്ങളുണ്ട്. അവയെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഈ ബ്രാഹ്മണം നമ്മളോട് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് സാധനയ്ക്ക് തടസ്സമാണ്. പ്രബലങ്ങളായി 8 ഇന്ദ്രിയങ്ങളാണ് നമുക്ക് പ്രശ്നക്കാരായിട്ടുള്ളത്. അതിനെ നിയന്ത്രിക്കാനായിട്ടാണ് ഈ ബ്രാഹ്മണം. അല്ലേ, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഒന്നുകൂടെ പറയാം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് സാധനയ്ക്ക് തടസ്സമാണ്. അല്ലേ, ഇന്ന് മനസ്സ് പറയുക, സാരമില്ല, കുറച്ച് സമയം കിടന്നുറങ്ങാം, അല്ലേ, അല്ലെങ്കിൽ ഇന്ന എന്നും പഠിക്കുന്നതല്ലേ, അല്ലേ, കുറച്ച് അല്ലെ ഏതും ആയിക്കോട്ടെ. ഇപ്പോൾ ഉപനിഷത്ത് പഠനമൊന്നുമില്ല, ഇത് വെറും ഒരു നിമിത്തം മാത്രമാണ്. ഏത് പഠനവും ആയിക്കോട്ടെ, അല്ലെ ഏത് സാധനയായിക്കോട്ടെ, നമുക്ക് തന്നെ അറിയാം, അല്ലേ. മഴക്കാലമാകുമ്പോൾ നമുക്കിവിടെ മനസ്സ് മാറും, അല്ലേ. വേനൽക്കാലമാകുമ്പോൾ അയ്യോ ഒരുപാട് ചൂടാണ്. ഇതൊക്കെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഇതൊക്കെ എന്താണ്? ഇന്ദ്രിയങ്ങളുടെ വശത്താക്കുകയാണ് നമ്മളെ. അപ്പോൾ ഇതൊക്കെ സാധനയ്ക്ക് തടസ്സമായി വരും. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക വേണം എന്ന് യാജ്ഞവൽക്യ മഹർഷി ഈ ബ്രാഹ്മണത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ആർത്തഭാഗൻ എന്ന ഈ ചോദ്യകർത്താവ് വെറും ഒരു നിമിത്തം മാത്രമാണ്. യാജ്ഞവൽക്യ മഹർഷി നമ്മളോടാണ് സംസാരിക്കുന്നത്. എന്ത്? ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥാഃ അർത്ഥേഭ്യശ്ച പരം മനഃ മനസസ്തു പരാബുദ്ധിഃ ബുദ്ധേരാത്മാൻ മഹാൻ പരഃ മഹതഃ പരമവ്യക്തം അവ്യക്താത് പുരുഷഃ പരഃ പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ഠ സാ പരാഗതി. അതും കഠോപനിഷത്താണ്, അല്ലേ. 3.10 അത് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതൊക്കെ അതായത് അത്രയേ ഉള്ളൂ. ഇപ്പം ചൊല്ലിയ മന്ത്രം എന്താന്ന് വെച്ചാൽ ആ രഥകൽപ്പനയാണ്. ആ 10 ഇന്ദ്രിയങ്ങളുടെയും കടിഞ്ഞാൺ നമ്മുടെ കയ്യിലായിരിക്കണം. എങ്കിലേ നമുക്ക് എന്തിനു വേണ്ടിയാണോ നമ്മൾ സാധന ചെയ്യുന്നത് ആ ഫലം കിട്ടുകയുള്ളൂ. അതിന് ഏറ്റവും തടസ്സം ഇന്ദ്രിയങ്ങളാണ്. അതാണ് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. അപ്പോൾ ഗ്രഹലക്ഷണം എഴുതി. ഇനി അടുത്തത് എഴുതിക്കോളൂ. അതിഗ്രഹലക്ഷണം. അതിഗ്രഹലക്ഷണം. അതിഗ്രഹലക്ഷണം അണ്ടർലൈൻ ചെയ്യുക. എഴുതുക. ഗ്രഹങ്ങൾ ബ്രാക്കറ്റിൽ ഇന്ദ്രിയങ്ങൾ. ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ തങ്ങളുടെ എന്ന് വെച്ചാൽ ജീവാത്മാക്കളുടെ അവനവൻ്റെ, അതാണ്. ഇന്ദ്രിയങ്ങൾ തങ്ങളുടെ വാസനയ്ക്കനുസരിച്ചു ഇന്ദ്രിയങ്ങൾ തങ്ങളുടെ വാസനയ്ക്കനുസരിച്ചു സ്വീകരിക്കുന്ന പുറമേയുള്ള അല്ലെങ്കിൽ ബാഹ്യ വിഷയങ്ങൾ എന്ന് എഴുതാം കേട്ടോ. കുറച്ചുകൂടെ മലയാളീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ബാഹ്യ വിഷയങ്ങൾ എന്ന് എഴുതാം. സ്വീകരിക്കുന്ന പുറമേയുള്ള വിഷയങ്ങളാകുന്നു അതിഗ്രഹങ്ങൾ. ഫുൾ സ്റ്റോപ്പ്. അതിഗ്രഹങ്ങൾ. അതിഗ്രഹങ്ങൾ
വിഷയ സ്വീകരണത്തിന് ഇന്ദ്രിയങ്ങളെ സഹായിക്കുന്നു. അതിഗ്രഹങ്ങൾ വിഷയ സ്വീകരണത്തിനു ഇന്ദ്രിയങ്ങളെ സഹായിക്കുന്നു. അതിഗ്രഹങ്ങൾ വിഷയ സ്വീകരണത്തിനു ഇന്ദ്രിയങ്ങളെ സഹായിക്കുന്നു. ഇതു സഹായിക്കുന്നു കോമ ഇട്ടിട്ട് ഇതു ജീവനെ വീണ്ടും പുനർജന്മ ചക്രത്തിൽ ഇട്ട് കറക്കുന്നു. അല്ലെങ്കിൽ ഇത് വീണ്ടും ജീവനെ പുനർജന്മ പിടിയിൽ കൊണ്ടുചെന്നു നിർത്തുന്നു. ഇത് ജീവനെ വീണ്ടും പുനർജന്മ ചക്രത്തിൽ കൊണ്ടുചെന്നു നിർത്തുന്നു. ഇത് ജീവനെ വീണ്ടും പുനർജന്മ പിടിയിൽ കൊണ്ടുചെന്നു നിർത്തുന്നു. ഇന്ദ്രിയങ്ങൾ തങ്ങളുടെ വാസനയ്ക്കനുസരിച്ചു സ്വീകരിക്കുന്ന പുറമേയുള്ള വിഷയങ്ങളാകുന്നു അതിഗ്രഹങ്ങൾ. അതിഗ്രഹങ്ങൾ വിഷയ സ്വീകരണത്തിന് ഇന്ദ്രിയങ്ങളെ സഹായിക്കുന്നു. ഇത് ജീവനെ വീണ്ടും പുനർജന്മ ചക്രത്തിൽ കൊണ്ടുചെന്നു നിർത്തുന്നു. അപ്പം ഇന്ദ്രിയങ്ങളെ വാസന കൂട്ടാനായിട്ട് ആര് സഹായിക്കുന്നു? പുറമേ ഉള്ള വിഷയങ്ങൾ. അതിനെയാണ് അതിഗ്രഹം എന്ന് പറയുന്നത്. അതായത് എനിക്ക് നല്ല ചെവിടുണ്ട്, അപ്പോൾ എന്ത് ചെയ്യും? നിറയെ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുക. അപ്പോൾ ചെവിടിനൊരു സുഖമാണത് അല്ലേ? അത് നമ്മുടെ വാസനയ്ക്കനുസരിച്ച് ശുഭവാസനയാണെങ്കിൽ അതനുസരിച്ചുള്ള ശബ്ദങ്ങളെ മാത്രം ഞാൻ കേൾക്കൂ. അശുഭവാസനയാണ് എനിക്ക് പ്രിഡോമിനൻ്റ്ലി പ്രബലമായിട്ടുള്ളത്, ഞാൻ അശുഭവാസനയ്ക്കനുസരിച്ച് എൻ്റെ ചെവിടിനോട് പറയും അത് കേട്ടോളൂ. അതുപോലെ എല്ലാ ഇന്ദ്രിയം, കണ്ണിനോട് ഞാൻ സംസാരിക്കും അല്ലെ, നാവിനോട് ഞാൻ സംസാരിക്കും, കാലിനോട് സംസാരിക്കും, കൈയോട്, ഇതെല്ലാ ഇന്ദ്രിയങ്ങളോടും നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെ സംസാരിക്കും? എൻ്റെ വാസനയ്ക്കനുസരിച്ച്. അപ്പോൾ എന്ത് ചെയ്യും? ഇവരൊക്കെ ഉഷാറായിട്ട് നിൽക്കും. അപ്പോൾ ഇവർ പുറമേ ഉള്ള വിഷയങ്ങളെ സ്വീകരിച്ചു കൊണ്ടേയിരിക്കും. അതെന്താണ് സംഭവിക്കുക? എൻ്റെ സാധനയ്ക്ക്, ഉപാസനയ്ക്ക്, അനുഷ്ഠാനങ്ങൾക്ക്, ശ്രവണത്തിന് എല്ലാം അതിൻ്റെ സ്ഫുരണങ്ങൾ, പ്രതിഫലങ്ങൾ, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇതിനെയൊക്കെ ബാധിക്കും. അതിന് സഹായിക്കുകയാണ് എന്ത് ചെയ്യുന്നത്? ഈ വിഷയങ്ങൾ. അതാണ് നമ്മൾ സാധന ചതുഷ്ടയ സമ്പത്തിയിൽ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. നമ്മൾ ഒന്നാമത്തെ ബ്രാഹ്മണം അശ്വല ബ്രാഹ്മണത്തിൽ വിവേക വൈരാഗ്യം പഠിച്ചില്ലേ? ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. 3 മുതൽ 6 വരെയുള്ള മന്ത്രങ്ങൾ പറഞ്ഞതിന് ശേഷം വിവേക വൈരാഗ്യം നമ്മൾ പഠിച്ചു. ഇവിടെ ശമദമയാണ് പറയുന്നത്. ആർത്തഭാഗ ബ്രാഹ്മണത്തിൽ യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറയുന്നത് സാധന ചതുഷ്ടയ സമ്പത്തിൽ 2 അധികാരങ്ങൾ പ്രധാനമായിട്ടും പറയുന്നു. ഒന്ന് ക്ഷമ, മറ്റൊന്ന് ധമ അല്ലേ? ക്ഷമധമ നമുക്കറിയാമല്ലോ. ഒന്ന് ഇന്ദ്രിയ നിഗ്രഹണം, മറ്റൊന്ന് മനോനിഗ്രഹണം അല്ലേ? നിങ്ങൾ സമയം കിട്ടുമ്പോൾ തത്വബോധമൊക്കെ എടുത്ത് നോക്കണേ. അതിലൊക്കെ ഉണ്ട് എന്താണ് വിവേകം, എന്താണ് വൈരാഗ്യം, എന്താണ് ക്ഷമ, എന്താണ് ധമ, ഉപരതി എന്താണ്, തിദിക്ഷ എന്താണ്, ശ്രദ്ധ എന്താണ് അല്ലേ? അത് സമയം കിട്ടുമ്പോൾ ശനി ഞായറോ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എടുത്ത് നോക്കുക. തത്വബോധം അല്ലെങ്കിൽ വിവേക ചൂടാമണി ആദ്യത്തെ 18 ശ്ലോകങ്ങളിലൊക്കെ ഉണ്ടത്. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ആർത്തഭാഗ ബ്രാഹ്മണത്തിൻ്റെ മുഖ്യ വിചാരം ശമധമാ വിചാരം അല്ലേ? ആർത്തഭാഗ ബ്രാഹ്മണ മുഖ്യ വിചാര ശമധമ വിചാര. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. ഞാനിത് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ അയച്ചു തരാം ഗ്രൂപ്പിൽ. എല്ലാവരും അത് എഴുതിയെടുക്കുക, അത് ചിത്രം വരച്ചെടുക്കുക.
അതെടുത്താൽ പിന്നെ നമുക്ക് ഇനിയുള്ള മന്ത്രങ്ങൾ 2 മുതൽ 9 വരെയുള്ള മന്ത്രങ്ങൾ എളുപ്പമാണ്. ഓരോ ഇന്ദ്രിയങ്ങളെയും യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. എന്നിട്ട് അത് ഏത് വിഷയത്തിനെയാണ് സ്വീകരിക്കുന്നതെന്ന്. അപ്പം വാഗേന്ദ്രിയാണെങ്കിൽ ശബ്ദത്തിന് നമുക്ക് അല്ലേ സംസാരിക്കാൻ സാധിക്കുന്ന, അതാണ് ഏറ്റവും വാഗേന്ദ്രിയത്തിൻ്റെ ധർമ്മം അതാണ്. ശ്രോത്രേന്ദ്രിയാണെങ്കിൽ ശബ്ദമാണ്. ചക്ഷുരേന്ദ്രിയാണ്, കണ്ണാണെങ്കിൽ രൂപം കാണുക എന്നുള്ളത്. എളുപ്പമാണ് അത്. അങ്ങനെ 2 മുതൽ 9 വരെയുള്ള മന്ത്രങ്ങളിൽ 8 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ദ്രിയങ്ങളെയും അതുവഴി നമ്മൾ സ്വീകരിക്കുന്ന വിഷയങ്ങളെയും പുറമേയുള്ള വിഷയങ്ങളെയും പറഞ്ഞ് 9 മന്ത്രങ്ങൾ അവിടെ അവസാനിക്കുകയാണ്. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.